نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ സമാധരണീയരായ സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിനെ ശരിയാം വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ സമ്പൂർണമായും സംശുദ്ധിയോടെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ അനുഗ്രഹ സമ്പൂർണമായ നിമിഷങ്ങളിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും പുണ്യകരമെന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള സുദിനങ്ങൾ കഴിഞ്ഞു പോയതിന് ശേഷം അങ്ങനെയാകാമായിരുന്നു ഇങ്ങനെയാകാമായിരുന്നു എന്നൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമുക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടുള്ള ഈ അനുഗ്രഹീത സുദിനങ്ങൾ ആത്മാർത്ഥമായ ആരാധനകൾ കൊണ്ട്, നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ കൊണ്ട്, പരിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട്, നിഷ്കാമമായ കർമ്മങ്ങൾ കൊണ്ട്, സദ്വിചാരത്തോടുകൂടിയുള്ള സതുദ്ദേശത്തോടുകൂടിയുള്ള സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തതാണ് സകാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ശഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാ വ സൗമി റമളാൻ വ ഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. തീർച്ചയായും 5 കാര്യങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അതിലൊന്ന്, അള്ളാഹു മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകനാണ് എന്നുള്ള സാക്ഷ്യവചനമാണ്. 2, 5 നേരത്തെ മുറ തെറ്റാതെയുള്ള നമസ്കാരമാണ്. 3, സകാത്താണ്. 4, റമദാൻ മാസത്തിലുള്ള വ്രതാനുഷ്ഠാനമാണ്. 5, വഴിയാൽ തരപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധമായ മക്കയിൽ ചെന്നുകൊണ്ട് നിർവഹിക്കേണ്ട വിശുദ്ധമായ ഹജ്ജ് കർമ്മമാണ്. ഈ 5 കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഇസ്ലാമിക സ്തംഭം എന്നുള്ളത്. നാം ഓരോരുത്തരും ഇഷ്ടത്തോടുകൂടി അഭിമാനത്തോടുകൂടി സ്വീകരിച്ചിട്ടുള്ള ഇസ്ലാമാകുന്ന ഭവനം, ആ ഭവനം ശരിയാം വിധം നിലനിൽക്കണമെങ്കിലുള്ള സ്തംഭത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ പറയുന്നത്. സ്വബോധമുള്ള, ആരോഗ്യമുള്ള, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തി 5 നേരം കൃത്യമായി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, നമസ്കാരത്തെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. പരിശുദ്ധ റമദാൻ സമാഗതമായിട്ട് ഒരു വിശ്വാസി അനിവാര്യമായും അനുഷ്ഠിക്കേണ്ട വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കാതിരിക്കുകയും അത് വേണ്ടതില്ലെന്ന രൂപത്തിൽ പെരുമാറുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാം സമ്പൂർണ്ണമല്ല. സാമ്പത്തികമായ ശേഷിയുണ്ടായി, സമ്പൂർണമായ ആരോഗ്യമുണ്ട്, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, യാത്രാ അനുമതിയും ലഭ്യമാകും. എന്നിട്ട് ഹജ്ജിന് വേണ്ടി ശ്രമിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, തന്റെ ജീവിത ശൈലിയിലൂടെ ഹജ്ജിനെ നിരാകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇസ്ലാമും പൂർണ്ണതയിലുള്ളതല്ല. ഇതേ പ്രകാരം തന്റെ സമ്പത്ത് നിശ്ചിതമായ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ആ സമ്പത്തിന്റെ സ്വഭാവം അനുസരിച്ച് 2.5%, 5%, 10%, 20% ബൈത്തുൽ മാലിലേക്ക് നീക്കിവെക്കാത്ത, നിർബന്ധ ദാനമായ സക്കാത്ത് കൊടുക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവം ഒരു വ്യക്തി അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഇസ്ലാം പൂർണ്ണമല്ല എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. 9-ാമത്തെ സൂറയിലെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫഇൻ താബൂ വഅഖാമുസ് സ്വലാ വആതൂസ് സക്കാ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ. അവർ പാശ്ചാത്തപിച്ചു മടങ്ങിയാൽ, അവർ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിച്ചാൽ, അവർ സക്കാത്ത് കൊടുക്കേണ്ട പ്രകാരം കൊടുത്തു വിട്ടിയാൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. 5 നേരം കൃത്യമായി ഒരു വ്യക്തി നമസ്കരിക്കുന്നില്ലെങ്കിൽ, തന്റെ ജീവിതത്തിലൂടെ നമസ്കാരത്തെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി മതത്തിൽ സഹോദരനാണ് എന്ന് പറയാൻ വയ്യ. അതേ പ്രകാരം തന്നെ തന്റെ സമ്പത്ത് നിശ്ചിതമായ ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അനിവാര്യമായും നീക്കിവെക്കേണ്ട, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ശതമാനം ഒരു വ്യക്തി നീക്കിവെക്കുന്നില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ള 8 വിഭാഗം ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ, ബോധപൂർവം അയാൾ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഇസ്ലാം പൂർണ്ണമല്ല, അയാൾ മതത്തിൽ വിശ്വാസികളുടെ കൂട്ടുകാരനല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ നിർബന്ധ ദാനമായ സക്കാത്ത് സംഘടിതമായി നിർവഹിക്കണം എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞല്ലോ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുകും വതുസക്കിഹിം ബിഹാ. അവരുടെ സമ്പത്തിനെ സംശുദ്ധീകരിക്കാൻ സാധിക്കുന്ന, അവരുടെ മനസ്സിനെ വിമലീകരിക്കാൻ സാധിക്കുന്ന,
നിർബന്ധ ദാനമായ സക്കാത്തിനെ പ്രവാചകരെ അങ്ങ് അവരിൽ നിന്ന് സ്വീകരിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തയച്ചപ്പോൾ ആ പ്രബോധിത സമൂഹത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിപ്പിച്ചു മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പ്രബോധനത്തിന്റെ മുൻഗണനാ ക്രമത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ എന്ന് നീ അവരോട് പറയുക, പ്രഖ്യാപിക്കുക. അവർ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 5 നേരം നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നവരെ പഠിപ്പിക്കുക. فإن أطاعوا لك لذلك فأخبرهم أن الله فرض عليهم صدقة تؤخذ من أغنيائهم فترد على فقرائهم. നമസ്കാരവും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. അത് അവരിൽ നിന്നുള്ള ധനികരിൽ നിന്ന് സ്വീകരിക്കപ്പെടും, ദരിദ്രരായിട്ടുള്ള ആളുകളിലേക്ക് വിനിമയം ചെയ്യപ്പെടുകയും ചെയ്യും. ആ ഒരു പ്രയോഗത്തിലൂടെ അവരിൽ നിന്നുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള, ധന്യരായിട്ടുള്ള, ധനവാന്മാരായിട്ടുള്ള, വനികകളായിട്ടുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കപ്പെടും. അശരണരായ, അവസരായ, സാധുക്കളായ, ദരിദ്രരായ ആളുകളിലേക്ക് അത് കൊടുത്തു വിട്ടപ്പെടുകയും ചെയ്യും എന്നുള്ള പ്രയോഗത്തിലൂടെ, കർമ്മണി പ്രയോഗത്തിലൂടെ സക്കാത്ത് സംഘടിതമായാണ് നിർവഹിക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് സ്വീകരിക്കുവാൻ അർഹതയുള്ള വ്യക്തികളുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞപ്പോൾ, 8 വിഭാഗം ആളുകളെ എണ്ണിപ്പറഞ്ഞപ്പോൾ അതിൽ 3ാമത്തെ വിഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വൽ ആമിലീന അലൈഹാ, സക്കാത്ത് ശേഖരണ വിതരണ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്നാണ്. പാവപ്പെട്ടവൻ പണക്കാരന് നേരിട്ട് കൊടുക്കുന്ന തീർത്തും നേരിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ 8 വിഭാഗം ആളുകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞപ്പോൾ വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി തൊഴിലെടുക്കുന്നവർ എന്ന പ്രയോഗം ഉണ്ടാകേണ്ടതില്ല. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യക്തിപരമായ നിർബന്ധ ദാനമായിട്ടുള്ള സക്കാത്തും സംഘടിതമായി നിർവഹിക്കുന്നതിലാണ് അനുഗ്രഹപൂർണമായിട്ടുള്ളത് എന്നാണ്. ഒരു വ്യക്തി സംഘടിതമായ സക്കാത്തിനെ നിരാകരിക്കുകയാണെങ്കിൽ കർക്കശമായ സമീപനം അവനോട് സ്വീകരിക്കേണ്ടി വരും എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞ ഘട്ടം, ഇസ്ലാമിന്റെ ഖലീഫമാരുടെ ഭരണത്തിന്റെ ആദ്യഘട്ടം. ചില വ്യക്തികൾ ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് കൊടുക്കുന്നതിന് നിഷേധിച്ചു. ഇത് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന വ്യക്തികളോട് ഞാൻ യുദ്ധം നടത്തുക തന്നെ ചെയ്യും. സംഘടിതമായി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നു, എന്നാൽ സംഘടിതമായി സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിരാകരിക്കുന്ന വ്യക്തികളോട് ഞാൻ യുദ്ധം നടത്തുക തന്നെ ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകനിലേക്ക് ഒരു ഒട്ടകക്കുട്ടിയെ ഒരാൾ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ, എന്റെ കാലഘട്ടത്തിൽ ആ ഒട്ടകക്കുട്ടിയെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവനോട് യുദ്ധം നടത്തുക തന്നെ ചെയ്യും. അത് തടഞ്ഞതിന്റെ പേരിൽ ഞാൻ അവനോട് യുദ്ധം നടത്തുക തന്നെ ചെയ്യുമെന്നും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതായി ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചിട്ടുള്ള നിർബന്ധ ദാനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു, 5 ഒട്ടകങ്ങളിൽ താഴെയുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല.
5 ഊഖിയയിൽ താഴെയുള്ള വെള്ളി നാണയം ഒരു വ്യക്തിയുടെ കൈവശമുണ്ടെങ്കിൽ, വെള്ളി ഒരു വ്യക്തിയുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. 5 വസ്തുക്കൾ താഴെ തമ്പ്ര കാരക്കയുള്ള ഒരു വ്യക്തി സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ കാർഷിക സമ്പത്തിന്റെയും നാണയ സമ്പത്തിന്റെയും മൃഗസമ്പത്തിന്റെയും നിസ്വാബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. 5 ഒട്ടകങ്ങളിൽ മുകൾ ഒരാളുടെ കൈവശം സൂക്ഷിപ്പ് സ്വത്തായിട്ടുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യതപ്പെട്ടവനാണ്. 30 മാടുകൾ ഒരു വ്യക്തിയുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ ഒരു മാടിനെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. 40 ആടുകൾ ഒരു വ്യക്തിയുടെ കൈവശമുണ്ടെങ്കിൽ ഒരാടിനെ അയാൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതേ പ്രകാരം 5 ഊഖിയ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതേ പ്രകാരം 5 വസ്തു ധാന്യം ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ 5 ഊഖിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് വെള്ളിയും സ്വർണവും നമുക്കറിയാവുന്നതാണ്, നാണയമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ആഭരണമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 5 ഊഖിയ വെള്ളി ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണമെന്ന് പ്രവാചകൻ. അഥവാ 200 ദിർഹം ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. അഥവാ 595 ഗ്രാം വെള്ളിക്ക് സമാനമായിട്ടുള്ള നാണയം ഒരു വ്യക്തിയുടെ കൈവശം സൂക്ഷിപ്പ് സ്വത്തായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ 67,888 രൂപ 50 പൈസ ഒരു വ്യക്തിയുടെ കൈവശം നാണയമായി സൂക്ഷിപ്പ് സ്വത്തുണ്ടെങ്കിൽ അയാൾ മിനിമം അതിന്റെ 2.5% ബൈത്തുൽ മാലിലേക്ക് നീക്കി വെക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു. ഒരു വ്യക്തിയുടെ കൈവശം 6 കിൻഡൽ കാരക്ക കൈവശമുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 6 കിൻഡൽ ധാന്യം, 6 കിൻഡൽ അരി ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾ ആ കാർഷിക സമ്പത്തിന് 5%, 10% ബൈത്തുൽ മാലിലേക്ക് സക്കാത്തിന്റെ വിഹിതമായി നൽകിയിരിക്കണം. നാം എല്ലാവരും വ്യത്യസ്തമായ രൂപത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ കൈവശം ഒന്നുകിൽ ഓരോ ദിനത്തിൽ, അതല്ലെങ്കിൽ ഓരോ മാസത്തിൽ, അതല്ലെങ്കിൽ ഓരോ ടേമിൽ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം, നമ്മുടെ ശമ്പളം, നമ്മുടെ വേതനം വന്നുകൊണ്ടിരിക്കും. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കഴിച്ച് നമ്മുടെ ആഹാരത്തിനുള്ള നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും, ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബനാഥന്റെ കീഴിലുള്ള കുടുംബാംഗങ്ങൾ അവരുടെ ആഹാരം, അവരുടെ പാർപ്പിടം, ഏറ്റവും അനിവാര്യമായും അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, അത്യാവശ്യമെങ്കിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് 595 ഗ്രാം വെള്ളിക്ക് സമാനമായിട്ടുള്ള സംഖ്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സംഖ്യ രൂപ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ നാം നിർബന്ധമായും ബാധ്യതപ്പെട്ടവരാണ് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. 6 കിൻഡൽ അരിക്ക് സമാനമായിട്ടുള്ള നാളികേരം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേ പ്രകാരത്തിലുള്ള മറ്റേതെങ്കിലും ധാന്യം നമ്മുടെ കൈവശം വരികയാണെങ്കിൽ, എപ്പോഴാണോ നമ്മുടെ കൈവശം വരുന്നത്, അതൊരു കൊല്ലം തികയേണ്ടതിന് എപ്പോഴാണോ നമ്മുടെ കൈവശം ഉണ്ടാക്കുന്നത്, ആ സന്ദർഭത്തിൽ അതിന്റെ 5%, 10% സക്കാത്തായി മാറ്റിവെക്കണം എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ആ കച്ചവടത്തിന് അയാൾക്ക് വരുന്ന, അനിവാര്യമായും വരുന്ന ചെലവ് കഴിച്ച് ബാക്കി വരുന്ന സംഖ്യ,
അത് നേരത്തെ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിക്ക് സമാനമായിട്ടുള്ള സംഖ്യ കൈവശം ഉണ്ടാവുകയാണെങ്കിൽ, അതേ പ്രകാരം ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനിവാര്യമായിട്ടുള്ള ചെലവ് കഴിച്ച് 595 ഗ്രാം വെള്ളിക്ക് സമാനമായിട്ടുള്ള സംഖ്യ ഏകദേശം 70,000 രൂപ സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഒരു വർഷം ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ 2.5%, അതിന്റെ മുകളിൽ എത്ര സംഖ്യയുണ്ടോ അത്രയും സക്കാത്ത് കൊടുക്കുക, 2.5% സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, ബയഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാത്ത് വന്നുസ്ഹി ലികുല്ലി മുസ്ലിം. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ബൈഅത്ത് ചെയ്തു, നമസ്കാരം കൃത്യമായി മുറപ്രകാരം അനുഷ്ഠിക്കാമെന്ന്, സക്കാത്ത് ശരിയാം വിധം കൊടുത്തു വീട്ടാമെന്നും, മുസ്ലിം എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ ഗുണകാംക്ഷയുള്ളവരാകുമെന്നും അള്ളാഹുവിന്റെ പ്രവാചകനോട് ഞാൻ ബൈഅത്ത് ചെയ്തു. അഥവാ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പഠിപ്പിച്ചതുപോലെ നിർബന്ധമായിട്ടുള്ള നമസ്കാരം തീർച്ചയായും ഞാൻ നിർവഹിക്കും, നിർബന്ധ ദാനമായിട്ടുള്ള സക്കാത്തിന്റെ വിഷയത്തിലും ഞാൻ വീഴ്ച വരുത്തുകയില്ല എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് സഹാബികൾ ബൈഅത്ത് ചെയ്തിരുന്നു, ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. നാമും പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് സക്കാത്ത് എന്നുള്ളത്. പക്ഷേ പലപ്പോഴും സക്കാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, സക്കാത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും സംശയം നീങ്ങാറില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്ന വ്യക്തികൾ പോലും ജമാഅത്തായി സംഘടിതമായ നമസ്കാരത്തിന് സഫിന്റെ ഒന്നാമത്തെ സഫിൽ തന്നെ എത്തിച്ചേരുന്ന ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന വ്യക്തികൾ പോലും നിർബന്ധ ദാനമായ സക്കാത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ ലക്ഷണമായിട്ടല്ല, മുശ്രിക്കുകളുടെ ലക്ഷണമായിട്ടാണ് സക്കാത്തിനെ നിരാകരിക്കുന്നതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലദീന ലാ യുഅ്തൂന അസ്സക്കാ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾക്ക് മഹാനാശം. എന്താണ് അവരുടെ പ്രത്യേകത? അവർ സക്കാത്ത് കൊടുക്കുകയില്ല. കാരണം അവർ പരലോകത്ത് നിഷേധിക്കുന്നവരാണ്, പരലോകത്തെ നിരാകരിക്കുന്നവരാണ്. പരലോകത്തെ സംബന്ധിച്ച് കൃത്യമായ ദൃഢമായ ബോധ്യമുണ്ടെങ്കിൽ നാം നമസ്കാരം നിർവഹിക്കുന്നത് പോലെ സക്കാത്തും കൊടുത്തു വിട്ടുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് നൽകിയിട്ടുള്ളത് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്ത് നിങ്ങൾ അവർക്ക് നൽകുക. തീർച്ചയായും അവരുടെ സമ്പത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കും നിർധനരായിട്ടുള്ള ആളുകൾക്കും ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് അറിയപ്പെട്ട അവകാശമുണ്ട്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഐച്ഛികമായിട്ടുള്ള ദാനമല്ല, നിർബന്ധമായും അനിവാര്യമായും സാധുവിന് നാം നീക്കിവെക്കേണ്ട അവകാശമാണ്. ആ അവകാശം നീക്കിവെക്കാതെ തന്റെ മനസ്സിന്റെ ദുർമന്ത്രണം അനുസരിച്ചുകൊണ്ട് പിശുക്ക് കാണിക്കുന്ന വ്യക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാത്തുസ് സമാവാതി വൽ അർള് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. മൂന്നാമത്തെ സൂറയിലെ 180-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള സമ്പത്തും അത് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ള മാർഗത്തിൽ വിനിമയം ചെയ്യാതെ പിടിച്ചു വെക്കുന്ന, പിശുക്ക് കാണിക്കുന്ന ആളുകൾ അത് അവർക്ക് ശുഭകരമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൻ ലഹും, മറിച്ച് ആ സമ്പത്ത് അവർക്ക് നാശമാകുന്നു. കാരണം സയുതവഖൂന ബിമാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അവർ പിശുക്ക് കാണിച്ചത് കാരണത്താൽ
അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സ്വത്ത് കൊണ്ട് അവർക്ക് കണ്ടാഭരണം അണിയിക്കപ്പെടും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, നിർബന്ധ ദാനമായിട്ടുള്ള സക്കാത്ത് കൊടുക്കാതെ അത് പിടിച്ചു വെക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് അന്ത്യനാളിൽ ഒരു സർപ്പമായി രൂപാന്തരം പ്രാപിക്കും. എന്നിട്ടോ ആ സർപ്പം അവന്റെ കവിളിലേക്ക് കൊടുത്തിക്കൊണ്ട് അവന്റെ നെറ്റിയിലേക്ക് ചാഞ്ഞുകൊണ്ട് പറയും, അന മാലുക് അന അനക്കൻസു, ഞാനാകുന്നു നിന്റെ ധനം, ഞാനാകുന്നു നിന്റെ നിധി, ഞാനാകുന്നു നിന്റെ ശേഖരം, നീ അനുഭവിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയപ്പെടും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അന്ത്യനാളിൽ സർപ്പത്തിന്റെ കൊത്തു കൊള്ളണമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചതുപോലെ ആ സമ്പത്ത് ചുട്ടു പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് പരിക്കേൽപ്പിക്കണമോ? അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഈ സമ്പത്തിന്റെ നിശ്ചിതമായ ഒരു വിഹിതം അനിവാര്യമായും നാം കൊടുക്കേണ്ട ആളുകൾക്ക് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി നീക്കിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ സച്ചരിതരായ സത്വത്തരായ സൗഭാഗ്യവാന്മാരായ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നേടണം എന്നും നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ഈ മഹല്ലിലും നമ്മുടെ ഈ യൂണിറ്റിലും സക്കാത്ത് ശേഖരണ വിതരണ സമ്പ്രദായം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും കാര്യമാത്ര പ്രസക്തമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. അങ്കുലി പരിമിതമായ വ്യക്തികൾ മാത്രമാണ് ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് സെല്ലിലേക്ക് തങ്ങളുടെ വിഹിതം ഏൽപ്പിക്കുന്നത്. ഏൽപ്പിക്കുന്ന ആളുകൾ തന്നെയും കൃത്യമായി കണക്ക് നോക്കിയല്ല കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐച്ഛികമായ ദാനത്തെ പോലെ നിർബന്ധ ദാനമായിട്ടുള്ള സക്കാത്തിന് നമ്മൾ കാണുവാൻ പാടില്ല. ഒരു 1000 രൂപ കൊടുക്കുക, ഒരു 2000 രൂപ കൊടുത്തുകൊണ്ട് പേര് എന്നതല്ല സക്കാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചു നോക്കുക, ളുഹർ നമസ്കാരത്തിന് ശേഷം നമുക്ക് സുന്നത്ത് നമസ്കാരമുണ്ട്, റവാത്തിബ് നമസ്കാരമുണ്ട്, അല്ലെ? ഒരു വ്യക്തി സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നു, ഫർദ് നമസ്കാരം നിർവഹിക്കുന്നില്ല എങ്കിൽ അയാളുടെ വിധി എന്താണ്? ഇതേ പ്രകാരം തന്നെയാണ് തന്റെ സമ്പത്ത് നിശ്ചിതമായി കണക്ക് നോക്കി നിശ്ചിതമായിട്ടുള്ള തോത് നിർബന്ധ ദാനമായ സക്കാത്താണെന്ന് മനസ്സിലാക്കി നീക്കി വെക്കാതെ 1000-ഓ 2000-ഓ 5000-ഓ 10000-ഓ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. കൃത്യമായി ഒരു വിശ്വാസി എന്ന നിലക്ക് തന്റെ കൈവശം വരുന്ന സമ്പത്ത് അത് ഏത് വിധേനയുള്ളതാണെങ്കിലും, കച്ചവടത്തിലൂടെയുള്ളതാണെങ്കിലും, കാർഷിക മേഖലയിലൂടെ ഉള്ളതാണെങ്കിലും, തന്റെ ശമ്പളത്തിലൂടെയുള്ളതാണെങ്കിലും, തനിക്ക് അനന്തരമായി ലഭിച്ചിട്ടുള്ളതാണെങ്കിലും ഒക്കെ തന്നെ അത് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലാഹു അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നിശ്ചിതമായിട്ടുള്ള തോത് നീക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ആ ശേഖരം നമുക്ക് അന്ത്യനാളിൽ അപകടമായിരിക്കും. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണ്ണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്ന ആളുകൾ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് വിനിമയം ചെയ്യുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടെങ്കിൽ വേദനാജനകമായ ശിക്ഷയെ സംബന്ധിച്ച് മാത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ അത്തരത്തിലുള്ള ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത താങ്കൾ അറിയിക്കുക. തീർച്ചയായും അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ നിധി ശേഖരം, സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിധി ശേഖരം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതലമാക്കി അത് അവർക്ക് ചൂടുവെക്കപ്പെടും. എന്നിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരോട് പറയും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടി സംഭരിച്ചു വെച്ചിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ മുതൽ ഇതാ നിങ്ങൾ അനുഭവിക്കുക, ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചൂട് വെപ്പിക്കപ്പെടും, പഴുപ്പിക്കപ്പെടും, നമ്മുടെ ശരീരം കത്തിക്കപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരേ പ്രകാരം ബാധ്യതയായിട്ടുള്ള സംഗതിയാണ്.
സൂചിപ്പിക്കപ്പെട്ട പോലെ സ്ത്രീകൾക്ക് വരുമാനമുണ്ടെങ്കിൽ അവരും നിർബന്ധ ദാനമായിട്ടുള്ള സക്കാത്ത് കൊടുത്തേ പറ്റും. ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ ഇല്ലേ എന്ന സജീവമായ ഒരു ചർച്ചയുണ്ട്. ഏതായിരുന്നാലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് 10.5 പവൻ ഒരു സ്ത്രീയുടെ കൈവശമുണ്ടെങ്കിൽ, അത് ആഭരണമായിട്ടാകട്ടെ സൂക്ഷിപ്പ് സ്വത്തായിട്ടാകട്ടെ, 10.5 പവനിൽ അധികം ഒരാളുടെ കൈവശം സ്വർണം സൂക്ഷിപ്പായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്നതാണ് പണ്ഡിത വീക്ഷണം. കുറച്ചുകൂടി സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ 595 ഗ്രാം വെള്ളിക്ക് സമാനമായിട്ടുള്ള സ്വർണം ഒരു സ്ത്രീയുടെ കൈവശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ കൈവശമുണ്ടെങ്കിൽ ആ സ്വർണത്തിന് അയാൾ സക്കാത്ത് കൊടുക്കണം എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ നമുക്ക് സാധിക്കും. ഏറ്റവും ചുരുക്കം 10.5 പവൻ ഒരു സ്ത്രീയുടെ കൈവശമുണ്ടെങ്കിൽ, ഒരു പുരുഷന്റെ കൈവശമുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിന്റെ കൈവശമുണ്ടെങ്കിൽ അതിൽ 2.5% സക്കാത്ത് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ആലോചിച്ച് നോക്കാം, ഇന്ന് ഇസ്ലാമിക സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ മേഖലയ്ക്കുള്ള മുഴുവൻ പരിഹാരവും നമ്മളുടെ സ്ത്രീകളുടെ അടുത്ത് മാത്രമുണ്ട് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഇവിടെ ഈ ജുമഅക്ക് പങ്കെടുത്തിട്ടുള്ള, ഈ പ്രഭാഷണം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, സഹോദരിമാർ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ പോയി പരിശോധിച്ച് നമ്മളുടെ കൈവശം എത്ര സ്വർണമുണ്ട് എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും മിക്കവാറും കുടുംബങ്ങളിൽ 10.5 പവനിൽ കൂടുതൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ 10.5 പവനിൽ കൂടുതലുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ അതിനുള്ള 2.5%, മൊത്തം സ്വർണത്തിന്റെ 2.5% എന്റേതല്ല, പാവപ്പെട്ടവന്റെ നാളെ എന്നാണ് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്, അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുള്ളത്, സഹാബികൾ മാതൃക കാണിച്ചിട്ടുള്ളത് എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള സാമ്പത്തികമായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള പ്രായോഗികമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് വരാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പരിശുദ്ധ റമളാനിന്റെ 2/3 ഭാഗം നമ്മിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങൾ അടങ്ങിയിട്ടുള്ള അവസാനത്തെ 10ലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട വചനങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. മറ്റുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ ശ്രമിക്കാറുണ്ടായിരുന്നു. ആരാധനകളിൽ നിമഗ്നമാകുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനത്തിൽ കാണാൻ നമുക്ക് സാധിക്കും, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതുവരെ അവസാനത്തെ 10ൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. മരിക്കുന്ന വർഷത്തിൽ 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നു. പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്റെ പത്നിമാർ പള്ളിയിൽ വന്നുകൊണ്ട് ഇഅ്തികാഫ് ഇരുന്നിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവസാനത്തെ 10ലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹപൂർണമായ നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ലൈലത്തുൽ ഖദർ ഉണ്ടാകുവാനുള്ള സാധ്യത. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, തഹറു ലൈലത്തുൽ ഖദർ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10ൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ ഉത്തമമായിട്ടുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, യുക്തിഭദ്രമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്ന ലൈലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകൾ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്
ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ചില വ്യക്തികൾ പറയുന്നത് പോലെ അത് കഴിഞ്ഞ് തീർന്നിട്ടില്ല. വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരൊറ്റ രാത്രിക്ക് മാത്രമല്ല അത് പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദറിൽ അള്ളാഹു നടത്തിയിട്ടുള്ള പദപ്രയോഗം തനസ്സലുൽ മലായികത്തു എന്ന് പറയുന്ന പദപ്രയോഗം, ഫിഹാ യുഫ്രത്ത് എന്ന് പറയുന്ന പദപ്രയോഗം എല്ലാം വർത്തമാന ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ, അഗ്രേസരായിട്ടുള്ള പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചു തരുന്നത്, ഓരോ വർഷത്തിനും റമദാനിന്റെ അവസാനത്തെ 10 ഏതോ ഒരു രാവിൽ ലൈലത്തുൽ ഖദർ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ലൈലത്തുൽ ഖദറിന് സാക്ഷിയാകാൻ എനിക്ക് സാധിക്കണം, ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ എനിക്ക് കഴിയണം എന്ന് വിചാരിച്ചുകൊണ്ട് നാം ഓരോരുത്തരും പ്രാർത്ഥനകളിൽ മുഴുകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു വ്യക്തി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ വിശ്വാസത്തോടുകൂടി പ്രതിഫലത്തോടുകൂടി നിന്ന് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ആ വിലപ്പെട്ട രാവിനെ നാം കാത്തിരിക്കുക, പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുകയും അമലുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുക. മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലൈലത്തുൽ ഖദ്ർ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ രാത്രിയിൽ, ആ സുദിനത്തിൽ ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖൂലി, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ് അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുകൊടുക്കുന്നതിനെ, മാപ്പ് കൊടുക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരാണ്, നീ മാപ്പ് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് ഫഅഫ് അന്നി, നാഥാ എനിക്ക് നീ മാപ്പ് തരണമേ, എന്റെ പാപങ്ങൾ എനിക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി നീ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി, പഠിപ്പിച്ചു തന്നതായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും വെറുതെ ഉരുവിടുക എന്നതല്ല, ആത്മാർത്ഥമായി അകം തട്ടി അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ഇരന്നുകൊണ്ടിരിക്കുക. പടച്ചവനെ, എന്റെ പാപങ്ങൾ മുഴുവൻ നീ പുറത്ത് മാപ്പാക്കി തരണമേ, നീ മാപ്പാക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നാഥ, എല്ലാവിധ തെറ്റുകളും എല്ലാവിധ കുറ്റങ്ങളും എല്ലാവിധ പാപങ്ങളും എനിക്ക് നീ പുറത്തു തന്നും എൻ്റെ മനസ്സിനെ നീ നിഷ്കളങ്കമാക്കി തീർക്കണമേ എന്നും ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായാണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രവാചകർ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. വളരെ കൂടുതൽ പ്രവാചകൻ ദാനം ചെയ്യാറുണ്ടായിരുന്നത് റമദാൻ മാസത്തിലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ഘട്ടത്തിൽ ഒരു കാറ്റടിച്ച് വീശുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തിരുന്നു എന്ന ഹദീസുകളിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു ചര്യയും നാം പ്രാവർത്തികമാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കാരത്തിന് ശേഷം സംഭാവന സ്വരൂപിക്കുവാനുള്ളത് ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. 800ഓളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന 2 ക്യാമ്പസുകളാണ് നമുക്കുള്ളത്. ഒരു കുട്ടിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള ട്യൂഷൻ ഫീസ് ആകട്ടെ, അതേ പ്രകാരത്തിലുള്ള ഭക്ഷണത്തിനുള്ള ചെലവാകട്ടെ ഒന്നും തന്നെ നാം സ്വീകരിക്കുന്നില്ല. സമ്പൂർണ്ണമായും സൗജന്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നാം സമാഹരിക്കുന്നത് വിശുദ്ധ റമദാനിലാണ്. സ്ഥായിയായ ഒരു വരുമാനം ഇപ്പോൾ ജാമിഅക്ക് ആയിട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമകാലിക സാഹചര്യത്തിൽ പരിശുദ്ധ റമദാൻ പിരിച്ചെടുക്കുന്ന സംഖ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വർഷം അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്, സ്ഥാപനത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുട്ടികളുടെയും അധ്യാപകന്മാരുടെയും ഒക്കെ തന്നെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെലവുകളൊക്കെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സറിഞ്ഞ് പരലോകത്തെ വിചാരിച്ച് സാധ്യമാകുന്ന പരമാവധി സംഖ്യ ഈ ഒരു കാര്യത്തിലേക്ക് നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30 നമ്മുടെ അടുത്ത ശിഹാബ് സെന്റർ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് വനിതകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വനിതകളും ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടു കൂടി വരവേറ്റ് സന്തോഷത്തോടു കൂടി യാത്രയാക്കുന്ന സമ്പന്നരായ, അമലുകൾ കൊണ്ട് സമ്പന്നരായി തന്നിട്ടുള്ള വ്യക്തികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ഭാഗത്ത് വന്നു പോകുന്ന വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിശ്വാസി സഹോദരങ്ങൾക്കും നാഥാനി പ്രവയും സമാധാനവും നൽകുമാറാകണമേ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒട്ടധികം സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സമ്പൂർണ്ണമായിട്ടുള്ള ശിഫ, സമാധാനം, സൗഖ്യം, ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഹറാമ ഇന്നഹാ സാഅത മുസ്തഖറൻ മുഖാമ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم أيد وحدة الموحدين وفرق بين صفوف الكافرين ومزق كل ممزق بين أعداء الدين يا رب العالمين. اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال إخواننا بفلسطين، اللهم أصلح أحوال إخواننا بفلسطين، اللهم أصلح أحوال إخواننا بفلسطين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.